ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഡ്രസ്സിങ്ങും മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ടാവും, കാരണം വീട്ടിൽ വന്നുകൊണ്ടാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വീട്ടിൽ വന്നുകൊണ്ട് ദേ അവിടെ അച്ഛമ്മനെയൊക്കെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാച്ചൊക്കെ കുറേ നാൾക്ക് ശേഷം ഇട്ടു. ഇതെൻ്റെ പഴയ ഡ്രസ്സാണ്, കുറേ നാളായിട്ട് അവിടെ ഇരിക്കുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ അതവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ വെറുതെ എടുത്തിട്ടാണ്. അപ്പോൾ ദേ പാൻറ് ഉണ്ട്, ജീൻസൊക്കെ ഇട്ടേക്കുന്നത്. ജീൻസ് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ജീൻസ് ഇടുന്നത്. അപ്പോൾ ഞാനിതേ ഇവിടുന്ന് കുഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ കണ്ണൂരിലേക്ക് പോവാണ്. അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെയൊക്കെ മഴയെന്ന് പറയുന്നത്, ഇവിടെ ചൂടെടുക്കുന്ന വെയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ട്രെയിൻ ഇനി കിട്ടുമോയെന്ന് അറിയില്ല, ഒറ്റപ്പാലത്താണ് ട്രെയിന്. അപ്പോൾ ഇപ്പോൾ 11:30, 12 മണിക്കാണ് ട്രെയിന്. നമുക്ക് നോക്കി നോക്കാം ട്രെയിന് കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ദേ എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ ഇവിടെ റെസ്റ്റിലാണ്, വയ്യാണ്ടിരിക്കുവാണ്. അപ്പോൾ ദേ റെസ്റ്റാണ് കേട്ടോ, കണ്ടില്ലേ, ഇവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാനെന്തായാലും ഇവിടുന്ന് ഇറങ്ങുവാണ്. അപ്പോൾ അച്ഛമ്മേൻ്റെ കൂടെ ഇവിടെ നോക്കാനൊക്കെ ആളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പറ്റൂലായിരുന്നു. ഇന്നലെയൊക്കെ ഞാൻ ഓൾറെഡി ഹോസ്പിറ്റലിലായിരുന്നു. ട്രെയിനിൽ കയറി കേട്ടോ, എനിക്ക് ഒറ്റപ്പാലത്തെ ട്രെയിൻ മിസ്സായി. ഞാൻ എന്നിട്ട് അവിടുന്ന് വേറെ വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ട് ഞാനിപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ട്രെയിൻ ജസ്റ്റ് എടുത്തു, ഞാൻ കയറിയുള്ളൂ. കയറി അപ്പം തന്നെ എടുത്തു. ഭാഗ്യം ഷൊർണൂർ സ്റ്റോപ്പ് ഉണ്ടായതാണ്, അതുകൊണ്ട് എനിക്ക് ഈ ഇതാവും. പിന്നെ എല്ലാ സ്ഥലത്തും സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അതേ ഈ കാണുന്നതാണ് ഷൊർണൂർ ജംഗ്ഷൻ. ഇവിടെ സ്റ്റോപ്പുള്ളതുകൊണ്ട് സീൻ ഉണ്ടായില്ല, എനിക്ക് വണ്ടി കിട്ടി. ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാൻ കാലിക്കറ്റ് ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ കാലിക്കറ്റിന് എൻ്റെ ഫ്രണ്ടായിരിക്കും എന്നെ ഡ്രോപ്പ് ചെയ്യുക കണ്ണൂരിലേക്ക്. ഞാനിതേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ടായി. അപ്പോൾ ഞാനിവിടെ ഇറങ്ങി. പിന്നെ ട്രെയിനിലിരുന്ന് ചൂടായിരുന്നു. എല്ലാവരും എൻ്റെ അടുത്ത് ഞാൻ കാശ്മീരുള്ള സമയത്ത് ഇവിടെ തണുപ്പാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു തണുപ്പില്ല, ഒരു തേങ്ങയില്ല, ഭയങ്കര ചൂടാണ് കേട്ടോ. ഇതൊക്കെ സ്ഥലത്തിൻ്റെ പേര് കൊല്ലം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു കൊല്ലം കാണുന്നത്, ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള കൊല്ലം. ആ കൊല്ലം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. കാലിക്കറ്റ്, ഇത് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റാണ് വരുന്നത്. കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലെ ഒരു കൊല്ലം ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഈ റോഡിലൂടെ ഞാൻ ഒരുപാട് വട്ടം പാസ് ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ കൊല്ലം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ടില്ല. നല്ല ബ്ലോക്കാണ് കേട്ടോ. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റഷ് ഉണ്ട്, കണ്ടില്ലേ. എല്ലാം മൊത്തത്തിൽ ഫുൾ ട്രാഫിക്കായിട്ട് കിടക്കുവാണ്. ബാക്കിലോട്ടെല്ലാം ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ ലിഫ്റ്റ് അടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം കുറേ നേരമായി ഞാൻ ഇങ്ങനെ ലിഫ്റ്റ് അടിക്കുന്നു. ഫുള്ള് റഷ് ആയതുകൊണ്ട് പയ്യെ. ഞാനിത് ഇവിടെ മറ്റേ ടെൻഡർ കോക്കനട്ട് ഷേക്ക് കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇതേപോലെ തന്നെ ഞാൻ ലിഫ്റ്റ് അടിച്ച് പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഇവിടെ വന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു, പക്ഷേ ഇപ്പോൾ കുളിക്കുന്നുമില്ല, ആരുമില്ല കേട്ടോ. അന്ന് പക്ഷേ ഞാൻ വ്ളോഗൊന്നും അങ്ങനെ എടുക്കൂലായിരുന്നു. അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായില്ല. ഞാനിത് ഇവിടെ കണ്ണൂർ എത്തിയിട്ടുണ്ടോ. കണ്ണൂരിൽ നിന്ന് 60-70 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഏതോ ഒരു കാട്ടിലാണ് കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടി, ആൾ ഇവിടെ വരെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ എത്തി കേട്ടോ. അപ്പോൾ അതെ ഇതാണ് എൻ്റെ ഫ്രണ്ട് റോബി. നിങ്ങളെല്ലാവരും കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ട്രെയിനിൽ വെച്ച് മീറ്റ് ചെയ്തതെല്ലാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഭയങ്കര കണക്ഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ്റെ വീട്ടിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ കണ്ണൂരൊക്കെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട് അങ്ങോട്ടാന്ന് തോന്നുന്നു, അങ്ങ് ഇരുട്ടാണ്. അതെ, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം. ഞാനിതേ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ, റോബിന്റെ വീട്ടിൽ. അപ്പൊ റോബിന്റെ വീട്ടിലതേ റോബിന്റെ അമ്മയുടെ അമ്മ പേരെന്താ? സുഖായിരിക്കുന്നോ? ഓക്കെ. ഹലോ, പേരെന്താ? ജോൺ. ഓക്കെ. അപ്പൊ ഇവര് രണ്ടുപേരും ഉള്ളു അല്ലേ? ഒരു അമ്മയുടെ ആങ്ങളെ ഉണ്ടേ, അമ്മയുടെ ആങ്ങളല്ലേ എന്റെ മകൻ. അത് എന്റെ അമ്മയുടെ ആങ്ങള. അടിപൊളി. അമ്മയുടെ ആങ്ങളെല്ലാം ഇതിപ്പം അമ്മയുടെ വീട്. ഇത് തറവാട്. ഇവിടെ നിന്നാണ് നമ്മുടെ മമ്മി വെച്ച വീട്. ഓക്കെ, താഴെ തന്നെ. ഓക്കെ, 2 വീടുണ്ട്. അപ്പൊ ഇവന് ഒരു സിസ്റ്ററും ഒരു ബ്രദറും അല്ലേ? മാംഗ്ലൂര് പഠിക്കുന്നു, അനിയത്തി അല്ലേ? നിങ്ങൾ എന്നെ പറഞ്ഞ ചേട്ടൻ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന. പിന്നെ പറഞ്ഞ നമ്മുടെ ഈ അമ്മയുടെ മോന്റെ മകള് ബാംഗ്ലൂർ പഠിക്കുന്നു.
അപ്പൊ പിന്നെ ഒരു ഇളയ ഇറക്കാനുണ്ട്. അവൻ ഇടുക്കിയില് +2 കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ എല്ലാവരും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാരും വേറെ വേറെ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അമ്മ എറണാകുളത്തല്ലേ? ആ, അവന്റെ മമ്മി എറണാകുളത്താ ജോലി ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ഓരോരോ സ്ഥലത്താണ് കേട്ടോ. ഫാദർ പിന്നെ കർണാടകയിലോ അവിടെ എവിടെയാ ജോലി ചെയ്യുന്നത്. എല്ലാരും വേറെ വേറെ സ്ഥലത്താണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആകെ 2-3 പേരേ ഉള്ളൂ. ഞാൻ എത്ര ലേറ്റ് ആയെന്നറിയോ? ഞാൻ എപ്പ എത്തിയത് എങ്ങനെ ഒരു ഇത്ര നേരം ഇല്ലേ, ഒരു വണ്ടി പോലും കണ്ടില്ലായിരുന്നു. വരുന്ന വഴിക്ക് ഇതൊരു ഹൈ റേഞ്ച് നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റോബിനകത്തൊന്നും കേറിയിട്ടില്ല. ഈ വിളിക്കലും എടുക്കാന്ന് പറഞ്ഞ ഒരാള് വരുമെന്ന് പറഞ്ഞിട്ടില്ലേ അമ്മേ? അപ്പൊ നമ്മളത് കാത്തു നിക്കണ്ടേ എന്നാണ്. ഓ, റോബിൻ എന്നെ വെയിറ്റിംഗ് ആയിരുന്നു എന്നാണ് അമ്മ പറയുന്നത് കേട്ടോ. ഞാൻ അതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ബീഫ് ഉണ്ട്, പിന്നെ അതേ കയപ്പയ്ക്ക ഉണ്ട്. അതെനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇച്ചിരി എടുത്തുള്ളൂ. ചോറെടുത്ത്, പിന്നെ അതേ മോരുകറി ഉണ്ട്, പിന്നെ പൊറോട്ട ഉണ്ട്. നല്ല എരിവാണ് കേട്ടോ. ഈ തേങ്ങക്കൊത്തൊക്കെ അടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പക്ഷെ നല്ല എരിവാണ്. നല്ല എരിവുണ്ട്, കുരുമുളക് എല്ലായിട്ട് നല്ല എരിവാ. പാതിരാത്രി ഞാൻ ഇപ്പൊ സമയം എന്താണ്? 10:30 എന്തായി? ഞാൻ 10:30 പാലക്കായം തട്ട് കയറാൻ വന്നേക്കുവാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നില്ലായിരുന്നു. ഇത് മിസ്സായി. ഇപ്പം എനിക്ക് തോന്നുന്നു അന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് കേട്ടോ. അപ്പോൾ ഞാനിത് ഓ അതാണ്, മഞ്ഞ് മോടൊന്നും കിട്ടൂലെന്ന് തോന്നുന്നു. രാത്രി ആയതുകൊണ്ട് ഗോപ്ര ഭയങ്കര ശോകമായിരിക്കും. കണ്ടില്ലേ ആ വേവ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. ഫുള്ള് മഞ്ഞും കാറ്റുമാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഞാൻ മിസ് ചെയ്തു. മോർണിംഗ് ആണെങ്കിൽ കൂടുതൽ അടിപൊളിയായിട്ടുണ്ടാവും. ഇവിടെ ലൈറ്റിംഗ് ഒക്കെ വെച്ച് നല്ല രസമുണ്ടോ? ഇത് ലൈറ്റ് ആണോ? ഓക്കെ. ഓ, ഒന്നും കാണുന്നില്ല ഇതിന്. അവിടെ ഒരു ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ ഫുള്ള് എന്താ പറയാ, ഇതിൽ കാണിക്കുമ്പോൾ അറിയുന്നില്ല. ഇതിൽ ഈ ലൈറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഞാനിപ്പോൾ ഫോണിലാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ നല്ല കാറ്റും. ആ പാലക്കയം തട്ട് കണ്ണൂർ കേരള എന്ന് എഴുതിയത് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും കാറ്റും മഞ്ഞുമാണ് കേട്ടോ. ഫുള്ള് കോടയാണ്, ഫുള്ള് വൈറ്റ് കളറിൽ കോട മൂടിയിരിക്കണം. ആ ലൈറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, മൊത്തം കോട മൂടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഫോണിൽ നല്ല ഫോട്ടോ ഒക്കെ കിട്ടുന്നുണ്ടായി. അത് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള കിട്ടുന്നുണ്ടായി. വീഡിയോയിൽ അങ്ങനെയൊന്നും കാണിക്കാറില്ലേ, കോപ്പറൊക്കെ വെറുതെ കയ്യിൽ വെച്ചേക്കുന്നു. നമ്മളിതേ അവിടുന്ന് കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ കണ്ടില്ലേ, യൂക്കാലിപ്സിൻ്റെ മരമാണ്. ഫുള്ള് ഇതാണ് കേട്ടോ. ഇതും മഞ്ഞും കോടയും അടിപൊളിയാണ് അല്ലേ? നല്ല രസമാണ്. അപ്പോൾ എനിക്ക് സ്മെല്ല് കിട്ടുന്നില്ല, കൊറോണ വന്ന് തോന്നുന്നുണ്ട്. 3-4 ദിവസം എനിക്ക് ഫുള്ള് പെർഫ്യൂമിൻ്റെ പോലും സ്മെല്ല് കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കുക. നമ്മളിപ്പോൾ ചെറിയൊരു വ്യൂ പോയിന്റിലെത്തി. അപ്പോൾ ഇവിടെ കുറച്ച് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. മോർണിംഗ് ആണെങ്കിൽ നല്ല അടിപൊളി വിഷ്വൽസ് ആയിരിക്കും അല്ലേ? നല്ല മഞ്ഞായിട്ട് നല്ല നേരെ കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യാൻ വ്ളോഗ് ഒന്നും എടുത്തിട്ട് അറിയാൻ പറ്റില്ല, ജസ്റ്റ് എടുത്തു എന്നുള്ളൂ. നൈറ്റ് ആ ഒരു എക്സ്പീരിയൻസും കൂടെ ജസ്റ്റ് എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു എന്നുള്ളൂ. പക്ഷേ നമുക്ക് വ്ളോഗൊന്നും എടുക്കാൻ നല്ല സമാധാനമായിട്ട് മൈൻഡൊക്കെ റിഫ്രഷായി അടിപൊളിയായിട്ട് ഇരിക്കാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നൈറ്റ് വരണം കേട്ടോ. മോർണിംഗ് ആണെങ്കിൽ ക്രൗഡായിരിക്കും. ഇപ്പം എന്ത് സമാധാനമല്ലേ, ആരും ഇല്ല, ക്രൗഡും ഇല്ല, നല്ല പീസ്ഫുൾ ആയിട്ടിരിക്കുന്നു. ചുറ്റും മഞ്ഞും ഉണ്ട്. ടോർച്ചും പിടിച്ച് അടിച്ചു കിടക്കണം. അതെ അതെ അതെ, കാണുക നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റൂ അല്ലെ? കാണാനുള്ള കാഴ്ചയല്ല അല്ലെ, കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല മെയിനായിട്ട്, ഫീൽ ചെയ്യുന്നതാണല്ലേ. ഇവന്റെ വീട് ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറമാണ് കേട്ടോ. പക്ഷെ ചെറുപ്പത്തിൽ വന്നിട്ടില്ലേ ഇവിടെ? ചെറുപ്പത്തിലൊക്കെ നമുക്ക് തോന്നുമ്പോൾ എന്താണ് ഇഷ്ടം പോലെ കളിച്ച് കയറി നടക്കായിരുന്നു. ഇപ്പൊ ഗവൺമെന്റ് ഏറ്റെടുത്ത് പിന്നെയാണ് പൈസയായി, നാട്ടുകാരാണെങ്കിലും പൈസ കൊടുത്ത് കയറാം. അത് പിന്നെ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കാറൊന്നും ഇല്ല. അതെ, ഒരു ടിക്കറ്റിന് 45 റുപ്പീസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് 2 പേർക്ക് കൂടെ 90 രൂപയായി. തൊട്ടപ്പുറം കിടക്കുന്ന നാട്ടുകാർക്ക് പോലും ഒരു 50% ഓഫ് ഇല്ല. മാത്രം പിള്ളേരോടെ കയറും, അത്രേ ഉള്ളൂ. അല്ലാതെ ചുമ്മാ മറ്റത് ഡെയിലി കയറിക്കൊണ്ടിരുന്ന മലയാണ് ഇപ്പൊ നീ 45 രൂപ കൊടുത്ത് കയറുന്നല്ലേ. അയ്യോ, ആ ഒരു ഫീൽ എന്തായിരിക്കും ഞാൻ ആലോചിക്കോ നാട്ടിലിപ്പം. അവൻ പറയുവാണ്, എന്ത് പറയുമായിരുന്നു, ഇവിടെ അടുത്തൊക്കെ ഇച്ചിരി സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്, അവിടെ എല്ലാരും റിസോർട്ട് പണിത് അല്ലേ, റിസോർട്ടൊക്കെ പണിതാക്കുമെന്ന്. ചെറിയൊരു 2 സെന്റ് പറമ്പ് കിട്ടിയാൽ അവിടെ ടെന്റ് അടിച്ചു നോക്കി റിസോർട്ട് ബിസിനസ്, ക്യാമ്പിംഗ് റിസോർട്ട് അങ്ങനെ. ഇത് വന്നോടുകൂടി അതെ, ഈ സ്ഥലം അങ്ങ് ഫേമസ് ആയി. ഇപ്പൊ ആർക്കും അറിയില്ലായിരുന്നല്ലേ. ചെറുപ്പത്തില് ഇവിടേക്ക് അവൻ സിമ്പിളായി ട്രക്ക് ചെയ്ത് വന്ന സ്ഥലത്ത് അവൻ ഇനി കയറണം എന്നുണ്ടെങ്കിൽ 45 റുപ്പീസ് എടുത്ത് കയറണം. ഇങ്ങനെ എത്ര ആളുകളല്ലേ. അതെ, അതായത് ഇവിടെ പണ്ട് ഡെയിലി വന്ന ആളുകളൊക്കെ തിരിച്ച് വീട്ടിലിരുത്തി ഇവിടെ ആർക്കും വരാൻ പറ്റാണ്ടായി, പുറത്തെ ആളുകളായി. ചുരുക്കം പറയാം, നാട്ടുകാരൊക്കെ വീട്ടിൽ കുത്തിയിരിക്കുന്നത്
മറ്റുള്ളവരെല്ലാം വന്ന് അടിച്ചു പൊളിച്ചു പോകുന്നത്. അതാണ് കാരണം ഡെയിലി 45 രൂപ കൊടുത്ത് കയറുവാണെങ്കിൽ എന്താ അവസ്ഥയായിരിക്കും. പിന്നെ ആ ഒരു ഇതല്ലല്ലോ, പണ്ടെന്ന് പറയുമ്പോൾ ട്രക്ക് ചെയ്തവർ ഇവിടെ വന്നാലും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഇത് ആരും ക്രൗഡ് ഇല്ല, പ്രത്യേകിച്ച് ടൂറിസ്റ്റ് പ്ലേസ് അല്ലല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ഫീൽ ഉണ്ടാവും. ഇപ്പോഴേ എനിക്ക് എത്ര അടിപൊളി ഫീലാണെന്നറിയോ. ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആ ഒരു കാറ്റും ആ ഒരു ഫീല് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇപ്പം നൈറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും അടിപൊളി ഫീൽ കിട്ടുന്നത്. കാരണം മോർണിംഗ് ആണെങ്കിൽ ഒരുപാട് ആളുകളാവുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു രസം പോവും. അപ്പോൾ അവർക്കൊക്കെ എത്ര മിസ് ചെയ്യുന്നുണ്ടാവില്ലേ, നൊസ്റ്റാൾജി ആയിരിക്കും അല്ലേ ചെറുപ്പത്തിൽ ആ ഒരു. പക്ഷെ ഇത് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു മല മാത്രം, പക്ഷെ ഇവര് ഏറ്റെടുത്ത് പിന്നെ ഒരു ഉഷാറ സ്ഥലമാക്കി എടുത്ത് ഇപ്പൊ നമ്മൾ മേളിട്ട് കയറി ചെന്ന് നോക്കിയാലും കാണാൻ പറ്റും. നമുക്ക് കുറെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, ഒരുപാട് കാര്യങ്ങളൊക്കെ അവര് മേക്ക് ചെയ്ത് ഒരു അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ നാടിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നതാണ്. അപ്പം അതെ അതെ പറയുമ്പോൾ എല്ലാവരും അറിയാം. മറ്റത് ആർക്കും അറിയൂല, അറിയാതെ അറിയപ്പെടാതെ കിടന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പൊ അതങ്ങ് ഫേമസ് ആയി പോയി. ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മള് പാലക്കയം തട്ടൊക്കെ കയറി തിരിച്ചു പിന്നെ ഇറങ്ങി കേട്ടോ. 12 മണിയായപ്പോൾ പിന്നെ ആള് കിടന്നുറങ്ങി. അതിനുശേഷം മോർണിംഗ് ആയി. ഇപ്പോൾ ഇന്നിനി പൈതൽ മല ആ ഭാഗത്തോട്ടൊക്കെ പോകാനാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ പ്ലാനൊന്നും ഇല്ല. അപ്പോൾ ഇതൊരു വീടും കൂടി ഉണ്ട്, 2 വീടുണ്ട്. ആ വീട്ടിലാണ് ഞാൻ ഇന്നലെ താമസിച്ചത്. അപ്പം ഇവൻ ഇന്നലെ ഇവിടെയാണ് താമസിച്ചത്. അപ്പം ഇവൻ ഡെയിലി നീ ഇവിടെ തന്നെ അല്ലേ താമസിക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ചത് ഫുഡ് കഴിക്കുന്നതൊക്കെ അവിടെ നിന്നല്ലേ? തറവാട് വീടെല്ലാം തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഇവിടെ പക്ഷെ ആരും ഇല്ല, ഇവൻ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇവിടെയാണ് താമസിക്കുന്നത് കേട്ടോ. നമ്മൾ 2 പേരും കൂടാണ് അങ്ങോട്ട് പോകുന്നത്, പൈതൽ മല ഭാഗത്തോട്ട്. ഞാൻ അപ്പൊ ഇപ്പറ വീട്ടിൽ വന്നു. അപ്പൊ ഇവിടെ ഉണ്ടോ കുറെ കൊക്കോ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് കൊക്കോ ഉണ്ടല്ലേ. അപ്പൊ ഇത് പഴുത്തല്ലേ ഇത്? ആ 8കാലിയാണ് കേട്ടോ. ഇതെങ്ങനെ എടുക്കും? തിരിച്ചിരിച്ചാണല്ലേ എടുക്കുന്നത്. ഇതെങ്ങനെ കഴിക്കും? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ആണോ? ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. ഇതിനുള്ള ടേസ്റ്റ് എന്താണെന്ന് എപ്പോഴും ഇങ്ങനെ പഴുത്തത് കിട്ടൂല, എപ്പോഴും പച്ചയായിരിക്കും കിട്ടുക. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് അവിടെ ഉണ്ട്, പക്ഷെ കഴിച്ചിട്ടില്ല പച്ച അല്ല പഴുത്തത്. നമ്മളെ അമ്മമ്മ അതേ എനിക്ക് പൊട്ടിച്ച് തരാൻ പോവാണ് കേട്ടോ. പൊട്ടിച്ചോ? പൊട്ടിച്ച് കാണിച്ചുതരാം. ആ ഓ, അതിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ. ഇത് വെച്ചല്ലേ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്? ഇതിന്റെ എന്താ തിന്നാ? ഇത് തിന്നെന്തെങ്കിലും ആയിട്ട് ഈ കൊക്കോക്ക നമ്മൾ പൊട്ടിച്ച് കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതില്ലേ, ഇങ്ങനെ ഇതാ കാ കടിക്കരുത്. ഈ കാ ഇത് കൊണ്ടുപോയി കൊക്കോക്ക നല്ലപോലെ കൊണ്ടുപോയിട്ട് ഇത് കടയിൽ കൊടുക്കുമ്പോൾ അവരത് പിന്നെ ഉണക്കി നല്ല അങ്ങനെയാണ് പുറത്തേക്ക് പോയിട്ട് ചോക്ലേറ്റും അതും ഇതൊക്കെ ഉണ്ടാക്കി. മധുരമാണോ? ഇതിന് പുറം നമ്മളിങ്ങനെ ചപ്പ് ചെയ്യാവുള്ളു. നമ്മൾ ചുമ്മാ ഒന്ന് തിന്നുമ്പോൾ ഒരെണ്ണെടുത്ത് പൊട്ടിച്ച് ഇങ്ങനെ തിന്നും. വിൽക്കാറുണ്ടോ? നമ്മൾ കല്ലിലൊക്കെ നോക്കിയാൽ കാണും. അല്ല, കൊണ്ടേ വിൽക്കാറുണ്ടോ അവിടെ കടയിൽ? ആ കടയിൽ ഒരു 2 കിലോ 3 കിലോ ഒക്കെ കിട്ടണത് കൊണ്ടേ കൊടുക്കും. എത്ര വില കിട്ടും? അതിന് 60 രൂപ 50 രൂപ എത്രയൊക്കെ ഉണ്ടോ ഒരു കിലോയ്ക്ക്. അങ്ങനെ ഞാനിത് ഇത് കഴിക്കാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ഞാൻ കഴിക്കുന്നത്, അപ്പൊ ടേസ്റ്റ് അറിയട്ടെ. എന്താ ഇങ്ങനെ 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 തന്നു. ഓ, ഒരു പുളിയല്ലേ? ആ പുളി ഒരു ചെറിയ മധുരവും കൂടിയുണ്ട്. അടിപൊളി ടേസ്റ്റ്, എനിക്ക് ഇഷ്ടമായി കേട്ടോ. കൊള്ളാം. നമ്മളെ അമ്മമ്മ ദേ എനിക്ക് വേണ്ടി കണ്ടോ കൊറേ ഇലയിൽ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നേക്ക. ഇല അടാ അല്ലേ? ചക്കട, ചക്കയിലെ ഇലയിടാ കണ്ടോ. അവിടെ പോകുമ്പോ എന്താ വിശക്കും കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചക്കപ്പഴം വിളയിച്ചിട്ട് തേങ്ങയും ചക്കപ്പഴവും എല്ലാം കൂടി വിളയിച്ചിട്ട് അത് ഇട്ട് അരിപ്പൊടിക്കകത്ത് ഗോതമ്പ് പൊടിക്കകത്തൊക്കെ ആക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇത് ഓക്കെ, ഞാനപ്പോ ബാഗൊക്കെ അയച്ച് ഇറങ്ങാൻ നിക്കുവാണ് കേട്ടോ. നമ്മള് ബൈക്കിനാണ് പോകുന്നത്. ഓക്കെ അമ്മമ്മേ, ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അടിപൊളി അമ്മമ്മയാണ് കേട്ടോ, കൊറേ സ്നേഹമായിരുന്നു. ഇതൊന്നും അല്ല, അവിടെ എത്തിട്ട് വിളിക്കണോന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരോടൊക്കെ പറയണോന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹം. അത് ഞാൻ അവൻ്റെ വാങ്ങിക്കും, അവൻ്റെ വാങ്ങിക്കള. ഞാൻ ഇപ്പഴിത് കഴിച്ചോണ്ടിരിക്കാം. അവൻ്റെ വാങ്ങിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പച്ചനും എല്ലാരോടും ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങണം. വാ ഇറങ്ങാം. ഓക്കെ. മുടിയൊക്കെ വളർത്തി
ഓൾമോസ്റ്റ് അവിടെ എത്താനായി കേട്ടോ. കോടയൊക്കെ ദേ പോകുന്നു, എനിക്ക് കാണാൻ പറ്റും. അങ്ങോട്ടെല്ലാം വെയിലുണ്ട്, എന്നാലും കോട ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. നല്ല മനോഹരം. അങ്ങനെ നമ്മളിതേ പൈതൽമല ഇക്കോ ടൂറിസം പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ മുകളിലോട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോയി നടക്കണം. കുറച്ച് നടക്കാനുണ്ടെന്നാണ് കേട്ടത്. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. മോർണിംഗ് 9 o'clock ഓപ്പൺ ചെയ്യും, 5 മണി വരെ കേട്ടോ. ഇതെന്താ രാവിലെ എന്താ വൈകുന്നേരം 5 മണി വരെ, 4 മണി വരെ, 5 രണ്ടും മാറ്റി. ഇത് പ്രവർത്തന സമയം, ഇത് പ്രവേശന സമയം. എൻട്രൻസ് 4 മണി വരെ. ഓക്കെ 4 മണിക്ക് 4 മണി വരെ ഉള്ളൂ കേട്ടോ. 5 മണിക്ക് ഇറങ്ങാം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 9 മണി മുതൽ 4 മണി വരെയാണ്. ഇവിടുത്തെ അതിൻ്റെ പ്രൈസ് കാണുന്നുണ്ട്. മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും 15, പിന്നെ ഫോറിനേഴ്സിന് 100 രൂപ, പിന്നെ ക്യാമറയ്ക്ക് 40 രൂപ കേട്ടോ. ഇതാണ് അതിൻ്റെ റേറ്റ് ഇവിടുത്തെ. അപ്പോൾ ഇത് നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവന് ഇവിടെ പരിചയക്കാരനും ഇവിടെ നാട്ടുകാരനൊക്കെ ആയതുകൊണ്ട് ടിക്കറ്റ് എടുത്തില്ല അല്ലേ? അവിടെ നമുക്ക് 60 രൂപ ലാഭം കേട്ടോ. 60 രൂപയും പ്ലസ് 40 രൂപ ക്യാമറ. ബാഗെല്ലാം ഫുള്ള് തുറന്ന് അതിന്റെ ഉള്ളിൽ എന്താന്നൊക്കെ നോക്കിയല്ലേ. ക്യാമറയുടെ ഒരു ബോക്സ് ഒക്കെ ഉണ്ടായി, അതൊക്കെ നോക്കി എല്ലാം നല്ല സീനായിട്ടുണ്ടാവും. പയ്യന്മാര് നല്ല തെറിയൊക്കെ പറഞ്ഞു, നല്ല ചീത്ത വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ഇവൻ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. പക്ഷെ ഇന്നലെ തൊട്ടപ്പുറമുള്ള അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്താണ് കയറിയത് കേട്ടോ. അവിടെ തന്നെ പാർക്കിങ്ങിന് നമ്മൾ പൈസ കൊടുത്തില്ല. ഇവൻ്റെ സ്വന്തം കമ്പനിക്കാരാണ് അവിടെ പാർക്കിങ്ങിലെല്ലാം നിൽക്കുന്നതുകൊണ്ട്. ഇതുവഴി നമ്മളിത് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ല തണുപ്പ്, നല്ല രസമുണ്ട്. മഴയൊന്നുമില്ല. മഴയുണ്ടെങ്കിൽ ചിലപ്പോൾ അലമ്പായതിനെ നടക്കാൻ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. എന്തായാലും നല്ല രസമുള്ള ഒരു വനയാത്രയാണ് കേട്ടോ. യെസ്, അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ അങ്ങോട്ടെല്ലാം മൊത്തം മഞ്ഞായി കിടക്കുവാണ് കേട്ടോ. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല ക്രൗഡാണ്. സൺഡേ ആണ്. ഞാനാണെങ്കിൽ കറക്റ്റ് ഏതെങ്കിലും സ്പോട്ടിൽ ചെല്ലുമ്പോൾ അന്ന് സൺഡേ ആയിരിക്കുള്ളൂ. നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇന്ന് ഈ പ്രാവശ്യം അധികം ഇതില്ലെന്ന് തോന്നുന്നു അല്ലേ? കോട ഇല്ലല്ലേ? പക്ഷെ അങ്ങോട്ടൊക്കെ കോടയുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോട്ട് കോടയില്ല കേട്ടോ. അതെ, അങ്ങൊരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട്. അവിടെയാന്ന് തോന്നുന്നു എല്ലാ ആളുകളും അല്ലേ. ഇവിടെ മൊത്തം ഏറ്റവും കൂടുതൽ രസം ഈ യൂക്കാലിപ്സിന്റെ മരങ്ങളാണല്ലേ. ഫുള്ള് ഇത് കാണാൻ തന്നെ എന്ത് രസമാണെന്ന് നോക്കി. അതിൻ്റെ ഇടയിൽ കൂടെ കോടയും, അതാണ് രസം കേട്ടോ. എൻ്റെ ബാഗ് ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തേക്കുവാ. അവ പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വലിയ വെയിറ്റ് ഒന്നുമില്ല. എൻ്റെ മറ്റേ ഇതിലൊരു 10 ബാഗ് നിറച്ചാലുള്ള അത്രയും വെയിറ്റ് ഉണ്ട് മറ്റേ ബാഗ് എൻ്റെ. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. ടെൻ്റ് ഒക്കെ വീട്ടിലിരിക്കുവാ, എല്ലാ സംഭവങ്ങളും വീട്ടിലിരിക്കുവാണ്. പക്ഷെ ഇവിടെ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലേ, രാത്രി സീനായിരിക്കും അല്ലേ. ഫോറസ്റ്റിന്റെ അതെ 4 മണിക്ക്, അതുകൊണ്ട് ക്ലോസ് തന്നെ. യെസ്, കിഡാവുന്നല്ലേ. ഇവിടെ നടന്നതേ ഈ ഒരു പോർഷൻ മാത്രം കറക്റ്റ് വഴിയായിട്ടുണ്ട്. ബാക്കിയെല്ലാം അവിടെയും ഇങ്ങനെ പച്ചപ്പുണ്ട്, അത് നല്ല രസമുണ്ട്. ഇവിടെ ഒരു ആ ചരലിങ്ങനെ കൂടി കിടക്കുന്നതും അപ്പുറം എല്ലാം ഇങ്ങനെ അങ്ങോട്ടെല്ലാം കുറച്ച് കോട മൂടിയേക്കുവാണ്. അതുകൊണ്ട് അവിടുത്തെ വ്യൂ കറക്റ്റ് വിഷൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. നടന്ന് നമ്മളിത് ഈ ഒരു ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടുന്ന് കാണുന്ന അപ്പുറത്തുനിന്ന് കാണുന്നതാണ് അടിപൊളി വ്യൂ എന്നാണ് ഇവൻ പറഞ്ഞത്. അത് ഇവിടുന്ന് കാണുന്ന വ്യൂ ഇതാണ്. കോടതെ അങ്ങോട്ടെല്ലാം കുറേ കോടയുണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങോട്ട് കോട ഉണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ടുണ്ടാവും. പക്ഷെ ഈ ഭാഗത്തോട്ടൊന്നും കോടയെ കാണുന്നില്ല. പോകുന്ന വഴി കണ്ടോ, അധികം ആൾക്കാരും ഇങ്ങോട്ട് വരുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വഴി ഇച്ചിരി ചെറുതായി കിടക്കുവാണ്.
കണ്ടോ അവിടെ ആ കാണുന്ന വ്യൂ പോയിന്റിലേക്ക് നമ്മൾ അങ്ങ് ദൂരെയാണ് വ്യൂ പോയിന്റ്, അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണോ വഴി? അപ്പുറം ഒരു ചെറിയ വഴി, വലിയ വഴിയൊക്കെ കാണുന്നുണ്ടല്ലോ. ആ ഇത് കണ്ടോ വഴി കണ്ടോ, വഴിയിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. താഴത്തോട്ട് ഇറക്കുവാണ് കേട്ടോ. അവിടുന്ന് ആ മല ഇറങ്ങി നമ്മളിത് ഫൈനൽ വ്യൂ പോയിന്റിലെത്തി കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫൈനൽ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. കോട ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. കറക്റ്റ് കോട ഉണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും കുഴപ്പമില്ല, ആ ഒരു ക്ലൗഡ്സൊക്കെ മൂടി നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അവിടെ കണ്ടോ ഓരോ കുത്തുകുത്തൊക്കെ ഓരോ വീടുകളാണ് കേട്ടോ കാണുന്നതെല്ലാം. നമ്മൾ തിരിച്ചിറങ്ങി താഴത്തോട്ട് പോവാണ്. തിരിച്ചു വന്നപ്പോൾ നല്ല ചൂടാട്ടോ. ഞാൻ വിചാരിച്ചു നല്ല കോടി തണുപ്പൊക്കെ ആവുമെന്ന് വിചാരിച്ചു വന്നയാ. നല്ല ചൂട്, അതുകൊണ്ട് തന്നെ നല്ല പാടായി. നമ്മളിതേ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് ജസ്റ്റ് ഈസിയാണ്, കാരണം ചൂട് അധികം എടുക്കില്ല. വെയിലില്ല, പക്ഷെ ഹൈ ഹ്യൂമിഡിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഫുള്ള് മരങ്ങളുള്ളതുകൊണ്ട് സീനില്ല. തിരിച്ചിറങ്ങി നമ്മൾ ചെമ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോകണം, വിശന്നിട്ട്. അപ്പോൾ മുന്നേ ഞാൻ ഇവിടെ വന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ട്രക്ക് ചെയ്തൊക്കെ പോയി അല്ലേ. ഇതേ ഈ ആളാണ് ഭരത്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മളന്ന് ഭയങ്കര ക്ലോസ് ആയിരുന്നു. നമ്മളെ കാണാൻ വന്നത് കൂടെ മാഹിനും ഉണ്ടായിരുന്നു അല്ലേ. നമ്മളെല്ലാവരും മാഹിനും അനന്തും വേറൊരു പ്രോഗ്രാം കൂടെ ഉണ്ടായിരുന്നു, അനന്തു. അതെ, എല്ലാവരും കൂടെ നമ്മൾ മുകളിലൊക്കെ പോയി അടിപൊളിയായിരുന്നു. അന്ന് ഒരുമിച്ച് നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് ക്യാമ്പ് ചെയ്തു. ഫുഡ് കഴിക്കാൻ ഇത് നമ്മളെ അമ്മമ്മ തന്ന ഇത് എന്താ പറയാ, ചക്കട കഴിച്ചോണ്ടിരിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, പിന്നെ അതേ പഴംപൊരി ഉണ്ട്. അവൻ പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് വിശക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ ചേട്ടാ, ബൈ ബൈ, കാണാം. അപ്പോൾ എനിക്കിതേ ഇവിടെ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടി. ഞാൻ കാലിക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ലിഫ്റ്റ് അടിച്ചാണ് പോകുന്നത്. ഞാനിത് ഇപ്പോൾ സജനയുടെ വീട്ടിലെത്തി, ഹിച്ച് ചെയ്തിട്ട്. ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസമാണ്. ഇന്നലെ രാത്രി ഞാൻ വീട്ടിലെത്തി, പക്ഷെ അപ്പോൾ വീഡിയോ ഒന്നും പിന്നെ എടുത്തില്ല. നല്ല ടയർഡായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.